ഈ പാക് അധീന കാശ്മീരിൽ അവിടെ അതായത് പാകിസ്ഥാനകത്ത് വൻ ആഭ്യന്തര പ്രശ്നങ്ങൾ, ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അത് പാക് സൈനികരും പാക് അധീന കാശ്മീരിലെ ആൾക്കാരും തമ്മിൽ, അവിടെ തീവ്രവാദികളൊക്കെ പാകിസ്ഥാനിൽ പുത്തരിയല്ലല്ലോ. എന്താണ് ആ വാർത്ത, ഒന്ന് പറയാമോ? ഈ പാക് അധീന കാശ്മീരിനെ കുറിച്ച് നമ്മൾ പൊതുവേ കേട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞത്, അവിടെ വലിയ തീവ്രവാദികളുണ്ട്, വലിയ പ്രശ്നക്കാരാണ്. അവിടെ തീവ്രവാദികൾ മാത്രമല്ല, വളരെ പട്ടിണി പാവങ്ങളായ സാധാരണക്കാരും അവിടെ ഉണ്ട്. അവരിപ്പോൾ തെരുവിലാണ്. അവരിപ്പോൾ തെരുവിൽ ഇറങ്ങി സമരം ചെയ്തുകൊണ്ടിരിക്കുക സർക്കാരിനെതിരെ. അവർക്ക് ആ ഒരു മുന്നേറ്റത്തിന് ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മയുണ്ട്. അതിൻ്റെ പേര് അവാമി ആക്ഷൻ കമ്മിറ്റി, AAC എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കപ്പേര്. അപ്പോൾ അതിൻ്റെ ഒരു നേതാവ് ഷക്കത്ത് നവാസ് മിർ, ഇയാളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യം വളരെ സിമ്പിളാണ്. സർക്കാർ ഞങ്ങളോട് നീതി കാണിക്കണം. അതായത് പാകിസ്ഥാൻ സർക്കാർ അവിടെ പക്ഷാഭേദത്തോടെ പെരുമാറുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല, അവകാശങ്ങൾ കൊടുക്കുന്നില്ല, ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ 70 വർഷമായി ഞങ്ങൾ നിരന്തരം ഈ സർക്കാരിനോട് ദയവ് ചോദിച്ചിങ്ങനെ നടക്കുകയായിരുന്നു. ഇനി അങ്ങനെ നടന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ സമരത്തിനിറങ്ങുന്നു. അങ്ങനെ അവർ ഈ കടകളടച്ചും വാഹനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടും ഉള്ള ഹർത്താൽ അല്ലെങ്കിൽ ബന്ദ്, അതിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്നലെ അതിന് ഇന്ന് തിങ്കളാഴ്ച മുതൽ അങ്ങ് തുടർച്ചയായിട്ട് അവിടെ വലിയ ഇത്തരത്തിൽ ഒരു ബന്ദ്, ഇനി അവിടെ ഒന്നും തുറന്ന് പ്രവർത്തിക്കില്ല എന്നുള്ള നിലപാടിലാണ് എടുത്തേക്കുന്നത്. കാണുന്ന ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും വലിയ രീതിയിലുള്ളൊരു ജനകീയ പ്രക്ഷോഭം അവിടെ നടക്കുന്നു. അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ സർക്കാർ വലിയ ഒരു പ്രതിസന്ധിയിലാണ്. കാരണം ഇങ്ങനെ പാക് അധീന കാശ്മീർ എന്ന് പറയുമ്പോൾ അത് അന്താരാഷ്ട്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് അതിൻ്റെ പേരിൽ നിരന്തര സംഘർഷം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പുറം ലോകം അറിയുന്നതിന് മുമ്പ് അമർച്ച ചെയ്യുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു എന്താ പറയുക, വലിയൊരു അഭിമാന പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം വൻതോതിൽ അവിടെ പോലീസും പട്ടാളവും ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. അതവരെല്ലാം സായുധ സംഘങ്ങളാണ്. അപ്പോൾ പുറത്തിറങ്ങിയ പണി കിട്ടും, ആ രീതിയിലുള്ളൊരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് ഈ സമരത്തെ അടിച്ചമർത്താനായിട്ടുള്ള ശ്രമം ആണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെന്തിന് ഈ സമരം നടത്തുന്നു? അവരുടെ ആവശ്യങ്ങൾ വളരെ ന്യായമായ ആവശ്യങ്ങളാണ്. അവർ പറയുന്നത്, അതായത് ഈ പാകിസ്ഥാൻ ഭരണകൂടം ഞങ്ങളെ രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കുന്നു, ഇവരെന്തോ മറ്റേതോ ലോകത്തുനിന്ന് വന്നവരാണ് എന്ന രീതിയിലാണ് ഇവരെ ചിത്രീകരിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഇവർക്ക് ഇവിടെ നിയമസഭാ സീറ്റുകളുണ്ട്. ആ സീറ്റുകളിൽ 12 സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നത് ഈ പാക് അധീന കാശ്മീരിൽ നിന്ന് അഭയാർത്ഥികളായി പാകിസ്ഥാനിൽ പോയി താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി സംവരണം ചെയ്തു വെച്ചേക്കുകയാണ്. ആ പരിപാടി നടക്കില്ല. കാരണം ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതാക്കുന്നതിന് തുല്യമാണത്. അതുകൊണ്ട് ആ 12 സീറ്റ് ഇവിടുന്ന് പോയവർക്ക് കൊടുക്കാൻ പാടില്ല, അത് ഞങ്ങൾക്ക് തന്നെ തരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. അതേപോലെ ഈ സർക്കാർ സാമ്പത്തിക പദ്ധതികൾ വൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും, അതിൻ്റെ ഒരു ആനുകൂല്യം ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വികസന പദ്ധതികൾ അവിടെ നടപ്പാക്കണം. സബ്സിഡി നിരക്കിൽ ഞങ്ങൾക്ക് ധാന്യപ്പൊടികൾ, ഇപ്പോൾ ആട്ട അതേപോലുള്ള അരിപ്പൊടിയൊന്നും അവിടെ വേണ്ടായിരിക്കും, ആട്ട അതേപോലുള്ള ആട്ട അതേപോലുള്ളതൊക്കെ സബ്സിഡി നിരക്കിൽ കിട്ടണം. ഇത്തരം തുടങ്ങിയ 38 ആവശ്യങ്ങളാണ് അവർ പറയുന്നത്. സാധാരണ ദൈനംദിന ജീവിതത്തിന് ഒരു മനുഷ്യൻ എന്തൊക്കെ വേണോ അതൊക്കെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് കഴിഞ്ഞ 70 വർഷമായിട്ട് അവർ ഇതൊന്നും കിട്ടാതെ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗമായിട്ട് അവിടെ കഴിയുന്നു. അല്ലെങ്കിൽ അവിടെ പാക് അധീന കാശ്മീർ നമ്മുടെ കാശ്മീരിന് അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമല്ലേ, അവരുടെ ബോർഡർ. അതായത് ഈ പാക് അധീന കാശ്മീരും കൂടി ചേർത്താണ് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുക. തീർച്ചയായിട്ടും അതെ. കാര്യം അത് ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇന്ത്യ വിട്ടുകിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട്. അതെ. അപ്പോൾ അത് നമ്മുടെ ഭൂപടം വരയ്ക്കുമ്പോൾ നമ്മുടെ തലഭാഗത്തുള്ളതാണ് പാക് അധീന കാശ്മീർ എന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ്, അതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെ ഈ കാണുന്ന. അതെ. അപ്പോൾ അതിൽ ഒരു അന്താരാഷ്ട്ര ശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് പുറം ലോകം അറിയുന്നതിന് മുമ്പ് അത് അടിച്ചമർത്താൻ ആൾക്കാർക്ക് ഇന്ത്യയിലേക്ക് വരാനും താല്പര്യമായിരിക്കും. അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, മുമ്പും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടന്ന സമയത്ത് വലിയ രീതിയിലുള്ളൊരു ചർച്ച, എന്തുകൊണ്ട് നമ്മൾ ഈ പാക് അധീന കാശ്മീരിന് തിരിച്ചെടുക്കുന്നില്ല. അവിടെ മുൻപ് 47 നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യം കൈയടക്കിയ സ്ഥലമാണ്. അതിനു മുമ്പ് അത് ഇന്ത്യയുടെ ഭാഗം തന്നെ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു നാട്ടുരാജ്യമായിരുന്നു അന്നത്തെ കാശ്മീർ. ഒരു ഹിന്ദു ഭരണാധികാരിയായിരുന്നു അത് ഭരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യൻ യൂണിയനോടൊപ്പം ചേരണമെന്നുള്ളതായിരുന്നു നിലപാട്. പക്ഷേ പാകിസ്ഥാൻ സൈന്യം കൈയടക്കി. ഇന്ത്യൻ സേനയ്ക്ക് കൃത്യമായി അതിൽ ഇടപെടാൻ പറ്റും. 47 അത്ര ഇന്നത്തെ സേനയല്ലല്ലോ അന്നത്തെ സേന. ഒരുപാട് പരാധീനതകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പാക് അധീന കാശ്മീർ നമ്മുടെ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലായത്. പക്ഷേ അത് തിരിച്ചെടുക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. ഇന്നത്തെ ഇന്ത്യയുടെ സൈനിക ശക്തി വെച്ച്
കൂടിപ്പോയാൽ 2-3 ദിവസത്തെ പരിപാടി കൊണ്ട് അതിങ്ങ് കിട്ടും. പക്ഷേ രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഒരിക്കലും ഇന്ത്യ അവിടെ സൈനികമായി ഇടപെടില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങൾ അവർ തെരുവിലിറങ്ങും, ഇന്ത്യയോടൊപ്പം ചേരാനായിട്ട് അവർ തെരുവിലിറങ്ങുന്ന ഒരു കാലം വിദൂരമല്ല എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ആനയാട് അന്തരമുണ്ട്. രണ്ടും ഒരേ സമയം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ 2 രാജ്യങ്ങളാണ്. ഒരു സ്ഥലത്ത് വികസന പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പുരോഗമിച്ച ഒരു ജനസമൂഹം ഇന്ത്യയിൽ വസിക്കുമ്പോൾ അവിടെ പട്ടിണിയും പരിവട്ടവും അപരിഷ്കൃതരായ കുറേ ആൾക്കൂട്ടം, അവർക്ക് പണം കിട്ടാൻ വേണ്ടി ഭീകരവാദത്തെ വളർത്തുന്ന കുറച്ച് ആൾക്കാരായിട്ട് അവർ ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരിൽ ഈ സാധാരണക്കാർ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അവർ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബലൂചിസ്ഥാനിലൊക്കെ നടന്നതിന് സമാനമായി പാക് അധീന കാശ്മീരിലും പാകിസ്ഥാൻ വിരുദ്ധ സമരങ്ങളും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഭാവി കാലങ്ങളിൽ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് രാജ്നാഥ് സിംഗ് ഒരാഴ്ച മുമ്പോ മറ്റാണ് അദ്ദേഹം ആ പ്രസ്താവന നടത്തിയത്. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. അവർ തന്നെ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി പാകിസ്ഥാനെതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടുന്ന് വരുന്ന വിവരങ്ങൾ ഒക്കെ ശ്രദ്ധേയമാണ്. അതായത് അദ്ദേഹത്തെ ഈ AAC അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതാവ് ഷഗത് നവാസ് മിർ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: 70 വർഷമായി ഞങ്ങളുടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മൗലിക അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എല്ലാം മതിയായി. ഒന്നുകിൽ ജനങ്ങളോട് പാകിസ്ഥാൻ ഭരണകൂടം വാക്കുപാലിക്കണം, ഇല്ലെങ്കിൽ ജനങ്ങളുടെ തിരിച്ചടി നേരിടാൻ സന്നദ്ധമാകണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അടിച്ചമർത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും പാകിസ്ഥാൻ ഭരണകൂടം അവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ ഫ്ലാഗ് മാർച്ച് വരെ നടത്തിക്കഴിഞ്ഞു. സായുധ പോലീസ് എത്തി, സൈന്യം ഓൾറെഡി ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇസ്ലാമാബാദിൽ നിന്ന് നേരിട്ട് 1000 പോലീസുകാരെ കൂടി അവിടെ കൊണ്ടുവന്ന് നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുജനം ഇപ്പോൾ പുറത്തിറങ്ങിയ പണി കിട്ടും ആ ഒരു അവസ്ഥയിലാണ്. ഈ പറയുന്നത് പോലെ കടകൾ അടച്ചും വാഹന ഗതാഗതം തടസ്സപ്പെടുത്തിയും കൊണ്ടാണ് ഇത്തരത്തിൽ സമരം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഈ സമരക്കാരോട് ആവശ്യപ്പെടുന്നത് ജനജീവിതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരപരിപാടികൾക്ക് നിങ്ങൾ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ ഈ അവാമി ആക്ഷൻ കമ്മിറ്റിയും ഈ പാക് അധീന കാശ്മീരിലെ അധികൃതരും പാകിസ്ഥാൻ ഭരണകൂടത്തിലെ മന്ത്രിമാരും പങ്കെടുത്ത ഒരു മാരത്തോൺ ചർച്ചയൊക്കെ നടത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. 13 മണിക്കൂറാണ് ചർച്ചകൾ നീണ്ടു നിന്നത്. പക്ഷേ അവിടെയൊക്കെ ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ, അതായത് ഈ സാമ്പത്തികമായി ഇവർക്ക് ഉണ്ടാകുന്ന വിവേചനം അവസാനിപ്പിക്കണം, നേരത്തെ പറഞ്ഞതുപോലെ 12 നിയമസഭാ സീറ്റ് അത് ഇവിടെയുള്ളവർക്ക് തന്നെ തിരിച്ചു തരണം തുടങ്ങിയ ആവശ്യങ്ങളിൽ ഈ സമരക്കാർ ഉറച്ചു നിന്നു. പക്ഷെ മറ്റേ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായതുമില്ല. അങ്ങനെ ചർച്ച അലസി പിരിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ AAC അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ആ സംഘടന സമരപ്രഖ്യാപനമായിട്ട് വന്നേക്കുന്നത്. ഏതായാലും അവിടെ പൂർണ്ണതോതിൽ ജനം അതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് ആദ്യ ദിവസത്തെ റിപ്പോർട്ട്. കാര്യം ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചു. പക്ഷേ സമരം സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ, 1-2 ദിവസം സമാധാനപരമാകും, പിന്നീട് അത് അക്രമാസക്തമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ വൻ രീതിയിൽ, കാര്യം ഇത് ഏത് രീതിയിലും അടിച്ചമർത്തുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ തീരുമാനം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സൈന്യത്തെയും പട്ടാളത്തെയും പോലീസിനെയൊക്കെ അവിടെ ഇറക്കിയിട്ടേക്കുന്നത്. അപ്പോൾ എന്താകും അവിടെ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും നേരത്തെ പറഞ്ഞ രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന ഇവിടെ പ്രസക്തമാവുകയാണ്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകും. അത് പക്ഷേ സായുധ പോരാട്ടത്തിലൂടെ ആയിരിക്കില്ല. അവിടുത്തെ ജനങ്ങൾ തന്നെ അതിനുവേണ്ടി മുൻകൈ എടുക്കുക തന്നെ ചെയ്യും.